ഹായ്, എല്ലാവർക്കും ലിഡ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയിരുന്നത് എനിക്ക് തോന്നുന്നത് ഈ 6ാമത്തെ ചോദ്യത്തിലായിരുന്നു അല്ലേ? അതിനി ഇപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് അവിടെ തന്നെ തുടങ്ങാം. അപ്പോൾ നോക്കാം. സംഭവം നമുക്ക് ഒരു പുതിയൊരു ഇക്വേഷൻ പഠിക്കാം. ഈ നമ്മുടെ 1ാമത്തെ പാഠത്തിൽ അധികം ഇക്വേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നമ്മൾ കുറച്ചും കൂടി ഇക്വേഷൻ ബേസിൽ പഠിക്കുമ്പോൾ നമുക്ക് ആ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ആ സാധനം അവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ പഠിക്കുന്നത് കേട്ടോ. ഇക്വേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര സാധനമൊന്നുമല്ല, സിമ്പിൾ സാധനമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചോദ്യം നോക്കിയേ. നമുക്ക് ഇവിടെ ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം അറിയാം, സെക്കൻഡ് ടൈം അറിയാം, അറിയില്ല, സെക്കൻഡ് ടൈം, തേർഡ് ടൈം അറിയില്ല, ഫോർത്ത് ടൈം അറിയാം. ഓക്കെ, 1ാമത്തെയും 4ാമത്തെയും ടേമുകളാണ് തന്നിട്ടുള്ളത്. ഇതിന് പല വഴികളുണ്ട്. രണ്ട് രീതികളും ഞാൻ പറയാം. ഞാനൊരു ഇക്വേഷൻ ബേസിൽ പറയും, നിങ്ങൾക്ക് കുറേ കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കേ. അതായത് 1ാമത്തെ ടേമും 4ാമത്തെ ടേമും അറിയാം. അതായത് നമുക്ക് പൊസിഷനും ടേമും അറിയാം, ഒരു പദവും അതിൻ്റെ സ്ഥാനവും അറിയാം. അതായത് ഞാൻ ഒന്നിവിടെ എഴുതി വയ്ക്കാം, നിങ്ങൾക്ക് സംശയം മാറാൻ വേണ്ടി. അതായത് ഒന്നാം പദം എന്ന് പറയുന്നത് എത്രയാണ്? 24. അതായത് ഫസ്റ്റ് ടേം നോക്കണേ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 24. 1ാമത്തെ പദം 24. ഇനി എന്ത് തന്നിട്ടുണ്ട്? 4ാം പദം. ഈ 4ാം പദം എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? എണ്ണി നോക്കി കണ്ടുപിടിച്ചാ കേട്ടോ. 1, 2, 3, 4 എന്ന് കണ്ടുപിടിച്ചാണ്. ഡയറക്റ്റ് തന്നിട്ടില്ല. പക്ഷേ ഇനിയുള്ള ചോദ്യങ്ങളിൽ ഡയറക്റ്റ് ആ സാധനം തരും. അതുകൊണ്ടാണ് ഈ മെത്തേഡ് ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകാമെന്ന് വിചാരിച്ചത്. നമുക്ക് കുറേ ടൈപ്പ് സാധനങ്ങൾ വരുമ്പോൾ കൺഫ്യൂഷൻ വരാനൊരു സാധ്യതയുണ്ട്. ഓക്കെ, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, എന്നാലും കുറേ കൂട്ടുകാർക്കെങ്കിലും അങ്ങനെ വരാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ പോകുന്നത് കേട്ടോ. അപ്പം 4ാം പദം 42. നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാം പറഞ്ഞേ? ഫോർത്ത് ടേം അല്ലേ? ഫോർത്ത് ടേം 42, 42. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് തന്നേക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? പൊസിഷനും ടേമുമാണ്. 1ാം പദം 24, 4ാം പദം 42, ഫസ്റ്റ് ടൈം 24 ആൻഡ് ഫോർത്ത് ടൈം 42. അപ്പോൾ ഇങ്ങനെ പൊസിഷനും ടേമും തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് കോമൺ ഡിഫറൻസ് ആണ്. നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിൽ എല്ലാ സാധനങ്ങളും ചെയ്യണമെങ്കിൽ നമുക്ക് 2 പേരെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞത് ആരൊക്കെയാണ്? ഫസ്റ്റ് ടൈമും അതുപോലെ തന്നെ കോമൺ ഡിഫറൻസും ആണ്. ഇവന്മാർ 2നെ കിട്ടുവാണെങ്കിൽ പിന്നെ ബാക്കി ഒരു കാര്യം നോക്കണ്ട, ബാക്കി എല്ലാ സാധനം ഭയങ്കര എളുപ്പമുള്ള സാധനമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഒരു ഇക്വേഷൻ പഠിക്കാം. എഴുതിയെടുത്തോട്ടോ. ഇക്വേഷൻ എഴുതാം. നമുക്ക് ഇക്വേഷൻ ഇതാണ്. എന്താ? D is equal to ടേം ഡിഫറൻസ്. കൃത്യമായിട്ട് എഴുതിയെടുക്കണേ. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. മലയാളം പറയാം കേട്ടോ. മലയാളത്തിൽ നമുക്ക് എഴുതാം. D സമം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. എന്താ? പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഓക്കെ, ഒന്ന് മനസ്സിലൊന്ന് പഠിച്ചേ. എന്താ? D is equal to, കണ്ണടച്ചങ്ങനെ ഒന്ന് മനസ്സിലങ്ങനെ ഉറപ്പിച്ച് വെക്കുക. ആ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് ഇവിടെ നോക്കിവിടുന്നു. ആ സാധനം അങ്ങോട്ട് ഒരു സ്ക്രീൻഷോട്ട് അങ്ങ് എടുത്ത് വയ്ക്കും. ഫോണിലല്ല കേട്ടോ, മനസ്സിലൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. എന്താ എടുത്ത് വെക്കണ്ടേ? D is equal to ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഒന്നും കൂടി. D is equal to ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. D സമം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. എങ്ങനെ? D is equal to പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഓക്കെ അല്ലേ? ഒന്നും കൂടി. D is equal to ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. വിച്ച് മീൻസ് ഇത്രയേ ഉള്ളൂ. ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണുക. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുകയാണ് എന്നുള്ള ചിന്ത വേണം കേട്ടോ. വ്യത്യാസം, നമ്മൾ കണക്കിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? കണക്കിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചാൽ കിട്ടുന്ന ഉത്തരമാണ്. ഓക്കെ, അപ്പോൾ പദവ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? പദങ്ങൾ കുറച്ചാൽ കിട്ടുന്ന ഉത്തരം. സ്ഥാനവ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാനങ്ങൾ കുറച്ചാൽ കിട്ടുന്ന ഉത്തരം. ഓക്കെ, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കിട്ടുന്ന ആൻസർ. ഓക്കെ,
നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ. അപ്പോൾ ടേം ഡിഫറൻസ്, ടേമുകൾ തമ്മിൽ കുറച്ചാൽ കിട്ടുന്ന ആൻസർ. പൊസിഷൻ ഡിഫറൻസ്, പൊസിഷൻ തമ്മിൽ കുറച്ചാൽ കിട്ടുന്ന ആൻസർ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, ഇവിടെ തന്നെ നോക്കാം അല്ലേ. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു, നമുക്ക് എഴുതാം ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്, ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ടേമുകൾ ഏതൊക്കെയാണ്? ഒന്നാം പദം 24, നാലാം പദം 42. ഓക്കെ, നമുക്ക് ടേമുകൾ തമ്മിൽ കുറയ്ക്കാം. എങ്ങനെ കുറയ്ക്കാം? 42 മൈനസ് 24. ഇതാണ് ടേമുകൾ, പദങ്ങൾ അല്ലേ. ഒന്നാമത്തെ പദം. അപ്പോൾ ഈ 42 24 സാർ എന്താ കുറച്ച്? 24 42 കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മൈനസ് വരും. മൈനസ് വരുന്ന സമയത്ത് തെറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണോ? ആണെന്ന് തോന്നണു അല്ലേ? കുറേ പേരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് വലുതിനും ചെറുത് കുറയ്ക്കുന്നതല്ലേ എളുപ്പം. അതുകൊണ്ട് നമ്മൾ ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഡി സീക്വൽ എന്ത് ചെയ്തു? 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ സ്ഥാന വ്യത്യാസം. സ്ഥാനങ്ങൾ ഏതൊക്കെയാ? നാലാമത്തതും ഒന്നാമത്തതും ആണോ? 4ഉം 1ഉം അതല്ലേ. 4 മൈനസ് 1. തെറ്റാതെ നോക്കണം കേട്ടോ. നാലാമത്തെ പദം 42 കണ്ടോ, ഇങ്ങനെ അടുത്തടുത്താ വരുള്ളൂ. ഒന്നാമത്തെ പദം 24 അങ്ങനെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്. താഴോട്ട് എഴുതുമ്പോഴും ശ്രദ്ധിക്കണം, തിരിച്ചെഴുതരുത്. അപ്പോൾ 42-ൽ നിന്ന് 24 കുറച്ചാൽ എത്രയാണ്? 42 കുറയ്ക്കണം 24. എത്ര? 42-ൽ നിന്ന് 24 കുറച്ച് നോക്ക്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഏത് ചെറിയ ക്വസ്റ്റ്യൻസ് പോലും നമ്മൾ എഴുതി ചെയ്യും. കാരണം ഈഴ്സ് അക്കാദമിയുടെ കൂടെ എല്ലാവരും വേണം. ഓക്കെ, ബേസ് അറിയുന്നവരും ബേസ് ഇല്ലാത്തവരൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ നമ്മൾ എല്ലാം പഠിച്ച് നമ്മൾ സെറ്റാവും. ഓക്കെ, അപ്പോൾ 42 മൈനസ് 24, 2 മൈനസ് 4 പറ്റില്ല. അപ്പോൾ നമുക്കൊന്ന് കടമെടുക്കും. ഇവിടെ എന്ത് കിട്ടി? 12 കിട്ടി. ഇവിടെ നമുക്ക് 3 ബാക്കിയുള്ളൂ അല്ലേ. 12-ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 8 എന്നും, 3-ൽ നിന്ന് 2 കുറച്ചാൽ 1 എന്ന് കിട്ടും, 18 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 18. ഡി ഈസ് ഈക്വൽ ടു 18. അതിൻ്റെ കോമൺ ഡിഫറൻസ്, സോറി തെറ്റിപ്പോയി. എന്താ എനിക്ക് തെറ്റിയേ? തെറ്റിയിട്ടൊന്നുമില്ല. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞത് തെറ്റിപ്പോയി. 42 മൈനസ് 24 18. ഇവിടെ ചെയ്തില്ലല്ലോ, ഇവിടെ നമുക്ക് ചെയ്യാനുണ്ടല്ലോ, ഇത് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാനുള്ള 4 മൈനസ് 1 എത്രയാ? 3. 4-ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 3. പറഞ്ഞത് മനസ്സിലായില്ലേ? 42 കുറയ്ക്കണം 24 18 ബൈ 4 കുറയ്ക്കണം 1 3. അപ്പോൾ 18 ഹരിക്കണം 3 എത്രയാണ്? 6. 3 6 18 3 6 ആർ 18. അപ്പോൾ നമുക്ക് 6 അല്ലെങ്കിൽ 6 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കിട്ടി. പൊതുവ്യത്യാസം കിട്ടിയെങ്കിൽ നമുക്ക് ഇനി ശ്രേണി എഴുതാൻ എളുപ്പമല്ലേ. കാരണം ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട് നമുക്ക്, അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസും കൂടി കൂട്ടി അല്ലേ. ഫസ്റ്റ് ടൈം എത്രയാണ്? ഞാൻ എൻ്റെ താഴെ എഴുതട്ടാ, ഇവിടെ എഴുതട്ടെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് 24 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 2 എണ്ണമുള്ളതാണ് നമുക്ക് അറിയാതിരുന്നത്. ലാസ്റ്റ് നമുക്ക് 42 എന്ന് തന്നിട്ട് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് എത്രയാണ്? 6 ആണ്. അപ്പോൾ 24 6 എത്രയാണ്? 30. 30 6 36. 2 ആൻസർ കിട്ടിയില്ലേ? ഇവിടെ ഇതും നമുക്ക് കിട്ടിയില്ലേ? ഈ 2 ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ വേറൊരു മെത്തേഡും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് റിവിഷൻ്റെ സമയത്ത് അത് പഠിക്കാം. നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ പിന്നെ ഇവിടെ 2 കോമൺ ഡിഫറൻസുകൾ കൂട്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. 42-ൽ നിന്ന് 24 കുറച്ച് 2 അല്ല 3 കോമൺ ഡിഫറൻസ്. 24-ൻ്റെ കൂടെ ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടി, വീണ്ടും 1 കൂട്ടിയപ്പോൾ ഇത് കിട്ടി, വീണ്ടും 1 കൂട്ടിയപ്പോൾ 42 3 പ്രാവശ്യം. എന്നിട്ട് ഇത് 2 കുറയ്ക്കും, ഇപ്പം ചെയ്ത പോലെ തന്നെ. എന്നിട്ട് 3 കൊണ്ട് ഹരിക്കും 6. അപ്പോൾ അങ്ങനെയും കോമൺ ഡിഫറൻസ് കിട്ടും. 2-ൻ്റെയും സ്റ്റെപ്പുകളും ഉദ്ദേശശുദ്ധിയൊക്കെ ഒന്നായതുകൊണ്ട് ഒറ്റൊരെണ്ണം പഠിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ സാധനം പഠിക്കേണ്ട, ഇത് പഠിച്ചാൽ മതി. ഓക്കെ, ഡി ഈസ് ഈക്വൽ ടു പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 30 36 കിട്ടി. ഇനി ഇത് ഉപയോഗിച്ച് ചെയ്യുന്ന മറ്റു കണക്കുകൾ നോക്കിയാലോ. അപ്പം നമുക്ക് കുറച്ചും കൂടി സെറ്റാവും കാര്യങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. നമുക്ക് കണ്ടോ, ഇതേപോലത്തെ ചോദ്യമാണ് അടുത്ത വന്ന് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു മെത്തേഡ് പഠിക്കാമെന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്ക്. The two terms is in specific position of some arithmetic sequences are given below. Write the first 5 terms of each. സമാന്തര ശ്രേണികളുടെ 2 നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ പറഞ്ഞിരിക്കുന്നു. ഓരോ ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. എപ്പോഴും ചോദ്യം വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. ചോദ്യം വായിക്കാൻ മടി കാണിക്കരുത്. ചോദ്യം നന്നായിട്ട് വായിച്ചിട്ട് വേണം പിന്നെ ആൻസറുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് കണ്ടോ, പൊസിഷനും ടേമുമാണ് തന്നിരിക്കുന്നത് അല്ലേ. തേർഡ് ടൈം എത്രയാണ് തന്നിരിക്കുന്നു?
34 എന്ന് തന്നിരിക്കുന്നു. 6th ടൈം എത്രയാണെന്ന് തന്നിരിക്കുന്നു? 67 എന്ന് തന്നിരിക്കുന്നു. നമുക്കൊന്ന് എടുത്തെഴുതാം. തേർഡ് ടൈം, മൂന്നാം പദം, തേർഡ് ടൈം എത്രയാണ്? 34. ദെൻ സിക്സ്ത് ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നേക്കുന്നത്? 6th ടൈം ഈസ് ഈക്വൽ ടു 67 അല്ലേ? മൂന്നാം പദം 34, ആറാം പദം 67. അപ്പോൾ പൊസിഷനും ടൈമും തന്നു കഴിഞ്ഞാൽ ഏത് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുക? പറ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക? ഡി ഈസ് ഈക്വൽ ടു ടൈം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ? ഡി സമം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. നേരത്തെ എഴുതിയ ഇക്വേഷൻ. എന്നാ ഇക്വേഷൻ എടുത്ത് ചാമ്പിയാലോ? ഡി ഈസ് ഈക്വൽ ടു ടൈം ഡിഫറൻസ്. ടൈമുകൾ തമ്മിൽ കുറച്ച് നോക്കാം. വലുതും ചെറുത് കുറയ്ക്കാം അല്ലേ? അപ്പോൾ നമുക്ക് 67 കുറയ്ക്കണം 34 ചെയ്യാം. അപ്പോൾ 67 കുറയ്ക്കണം 34, 34 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പൊസിഷൻ ഏതൊക്കെയാ? 67ാമത്തെ ആരാ? 6, 34ാമത്തെ 3. അപ്പോൾ 6 കുറയ്ക്കണം 3, 6 കുറയ്ക്കണം 3. 67ൽ നിന്ന് 34 കുറച്ച് നോക്കാം. ഇവിടെ കുറയ്ക്കാം, നമുക്ക് സൈഡിൽ കുറയ്ക്കാം അല്ലേ? 67 കുറയ്ക്കണം 34. കുറച്ച് നോക്കി. 7 4 കുറച്ച് എത്രയാണ്? 3. 6ൽ നിന്ന് 3 കുറച്ച് എത്രയാണ്? 3. നമുക്ക് എന്ത് കിട്ടി? 33 എന്ന് കിട്ടി. 33 ഹരിക്കണം 3. 33നെ 3 കൊണ്ട് ഹരിച്ച് എളുപ്പമാണ് അല്ലേ? കാരണം 11ൻ്റെ ടേബിൾ നിങ്ങൾക്ക് അറിയില്ലേ? എന്താ 11, 22, 33 എന്നൊക്കെ അല്ലേ? 33നെ 3 കൊണ്ട് ഹരിച്ച് നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും? 3 എന്ന് കിട്ടും അല്ലേ? സോറി, എന്ത് കഷ്ടമാണ് അല്ലേ? 13നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 3 കിട്ടുക. എത്ര കിട്ടുക? 11 കിട്ടും. 11 പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് അവിടെ കൊണ്ടുപോയിട്ട് വീണ്ടും 3 എഴുതി വെച്ചു അല്ലേ? ഇനി അങ്ങനെ ഹരിക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? വെട്ടി ഹരിക്കാം കേട്ടോ. വെട്ടി ഹരിക്കുന്നത് എങ്ങനെയാ? 3 ഒരു പ്രാവശ്യം, ഈ 3 ഒരു പ്രാവശ്യം. നമുക്ക് ആൻസർ എന്ത് കിട്ടി? 11 കിട്ടി. സോ നമുക്കിവിടെ എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 3 കിട്ടി. കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കിട്ടി? 3 എന്ന് കിട്ടി. ഇനി പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ എഴുതണ്ടേ? റൈറ്റ് ദ ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ഈസ്. ആദ്യത്തെ 5 പദങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തേർഡ് ടൈമാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ചാലേ സീക്വൻസ് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ ഒരു കാര്യം നമുക്ക് ഉപയോഗിക്കാം. മൂന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ് അല്ലേ? ഒരു ടൈം വെറുതെ എഴുതട്ടെ. ഇപ്പം 2 വേറെ കളർ എഴുതാം. 2 4 6 8. ഓക്കെ, ഇത് 1-ാം പദം, ഇത് 2-ാം പദം, 3-ാം പദം, 4-ാം പദം. ശരിയല്ലേ? ഓക്കെ, ഫസ്റ്റ് ടൈം 2 ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണ്? 2. പൊതുവ്യത്യാസം 2. 2ൻ്റെ കൂടെ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ 4 കിട്ടി. 2 2 4 അല്ലേ? അതിൻ്റെ കൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കോമൺ ഡിഫറൻസ്, അതായത് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. അതിൻ്റെ കൂടെ വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് കൂട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8 കിട്ടി. അതായത് 1-ാമത്തെ പദത്തിൻ്റെ കൂടെ ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ 2-ാമത്തെ പദം കിട്ടും. 2-ാമത്തെ പദത്തിൻ്റെ കൂടെ വീണ്ടും ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ നമുക്ക് 3-ാമത്തെ പദം കിട്ടും അല്ലേ? നോക്ക്, 1-ാമത്തെ പദത്തിനൂടെ ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയപ്പോൾ 2-ാമത്തെ ടേം കിട്ടി. 2 പൊതുവ്യത്യാസങ്ങൾ കൂട്ടിയപ്പോൾ 3-ാമത്തെ ടേം കിട്ടി. 3 കോമൺ ഡിഫറൻസുകൾ കൂട്ടിയപ്പോൾ നമുക്ക് 4-ാമത്തെ ടേം കിട്ടി. മനസ്സിലായോ? ഒരെണ്ണം കൂടി നോക്ക്. ഞാൻ വേറൊരെണ്ണം എഴുതാം. അപ്പോൾ 2 2 വേണ്ട. 4 3 7 3 10 3 13 3 16. എന്നിട്ട് ഇവിടെ നോക്ക്, കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 3 അല്ലേ? ഞാൻ 3 കൂട്ടി എഴുതിയത്. ഫസ്റ്റ് ടൈം 4. ഇതിൻ്റെ കൂടെ ഒരു പ്രാവശ്യം ഞാൻ കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ, ഒരു പ്രാവശ്യം 3 കൂട്ടിയപ്പോൾ എനിക്ക് 7 കിട്ടി. 7 എത്രാമത്തെ ടൈമാണ്? 2-ാമത്തെ ടൈമാണ്. വീണ്ടും 7ൻ്റെ കൂടെ 3 കൂട്ടി, അപ്പോൾ 10 കിട്ടി. അതായത് 2 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ എനിക്ക് കിട്ടുന്നത് 3-ാമത്തെ ടൈമാണ് അല്ലേ? 1 2 3 തേർഡ് ടൈമാണ് 10 എന്ന് പറയുന്നത് ആണോ? ദെൻ ഞാൻ 10ൻ്റെ കൂടെ വീണ്ടും 3 കൂട്ടുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? 13 കിട്ടും. ഇത് എത്രാമത്തെ ടൈമാണ്? 1 2 3 4-ാമത്തെ ടൈമാണ് ആണോ? അതായത് ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ, അതായത് 4ൻ്റെ കൂടെ 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് 4-ാമത്തെ ടൈം കിട്ടി.
ഓക്കെ, ഇനി ഇവിടെ നോക്ക്, ഞാൻ വീണ്ടും 3 കൂട്ടി, 13ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 16 കിട്ടി. 16 എത്രാമത്തെ ടൈമാണ്? 5ാമത്തെ ടൈമാണ്. എത്ര പ്രാവശ്യം ഞാൻ കോമൺ ഡിഫറൻസ് കൂട്ടി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എത്ര പ്രാവശ്യം കൂട്ടി? 1, 2, 3, 4. അതായത് 4 പ്രാവശ്യം ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 5ാമത്തെ ടൈമായിട്ടുള്ള 16 കിട്ടി. ഒന്നുകൂടി നമുക്ക് നോക്കാം. 4ൻ്റെ കൂടെ ഒരു പ്രാവശ്യം, 4 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 2ാമത്തെ ടൈം കിട്ടും. ദെൻ ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 3ാമത്തെ ടൈം കിട്ടും. ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 4ാമത്തെ കിട്ടും. 4 പ്രാവശ്യം കൂട്ടിക്കഴിഞ്ഞാൽ 5ാമത്തെ കിട്ടും. 5 പ്രാവശ്യം കൂട്ടിയാൽ 6ാമത്തെ കിട്ടും. അപ്പോൾ ഒരു 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 റിലേഷൻ കിട്ടിയില്ലേ? അപ്പോൾ 10ാമത്തെ പദം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 9 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആണോ? അതാണ് നമ്മൾ പറഞ്ഞു വന്ന കാര്യം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ പോലെ ആക്കട്ടെ. ഫസ്റ്റ് ടൈം എഫ് ആണ്. ഫസ്റ്റ് ടൈം ആദ്യ പദം എഫ് ആണ്. ദെൻ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഡി ആണ്. അങ്ങനെയെങ്കിൽ 2ാമത്തെ പദത്തിന് എങ്ങനെ എഴുതാം? സെക്കൻഡ് ടൈമിന് എങ്ങനെ എഴുതാം? സെക്കൻഡ് ടൈം 2ാം പദം എങ്ങനെ എഴുതാം? എഫ് പ്ലസ് ഡി. ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 2ാമത്തെ ടൈം കിട്ടും. അങ്ങനെയെങ്കിൽ 3ാമത്തെ പദം എങ്ങനെ എഴുതാം? തേർഡ് ടൈം. 3ാം പദം എങ്ങനെ എഴുതാൻ പറ്റും? എഫ് പ്ലസ് 2d ആണോ? എഫ് പ്ലസ് 2d അല്ലേ? അങ്ങനെയെങ്കിൽ ബാക്കി ഞാൻ താഴേക്ക് എഴുതുന്ന നിങ്ങൾ പറയണം. പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എഴുതാം. ഓക്കെ, ഫോർത്ത് ടൈം 4ാം പദം, 5ാം പദം, 10ാം പദം, 11ാം പദം, 11th ടൈം. ഒന്ന് പറഞ്ഞേ. യെസ്, ട്രൈ ചെയ്യും. എങ്ങനെയാ ആ സാധനം ഒന്ന് മനസ്സിലോർക്ക്. എന്താ ചെയ്യണ്ടേ? ഫോർത്ത് ടൈം കിട്ടാൻ, 4ാമത്തെ പദം കിട്ടാൻ ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുക. അതായത് എഫ് പ്ലസ് 3d. ദെൻ ഫിഫ്ത്ത് ടൈം എഫ് പ്ലസ് 4d അല്ലേ? 4 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ 5ാമത്തെ ടൈം കിട്ടും. ദെൻ 10th ടൈം കിട്ടാൻ, 10ാം പദം കിട്ടാൻ എഫ് പ്ലസ് 9d 9d. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് 11th ടൈം എഫ് പ്ലസ് 10d. 10d എന്ന് തന്നെയല്ല പറഞ്ഞ, അക്ഷരം മാറിയിട്ടൊന്നുമില്ല. ഇല്ല അല്ലേ? എനിക്ക് തോന്നിയായിരിക്കും. ഓക്കെ, എഫ് പ്ലസ് 10d അത് മതി. ഓക്കെ, എഫ് പ്ലസ് 10d അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവം കിട്ടിയില്ലേ? ഇനി 100ാമത്തെ പദം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? എഫ് പ്ലസ് 99d അല്ലേ? 15ാമത്തെ പദം എഫ് പ്ലസ് 14d അല്ലെങ്കിൽ 14d. ഒരു റിലേഷൻ കിട്ടിയില്ലേ? യെസ്, നമ്മൾ ഈ ഒരു സാധനം ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോവാം കേട്ടോ. നമുക്ക് എന്ത് കിട്ടി? പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്ന സാധനം കിട്ടി. ഫസ്റ്റ് ടൈം കിട്ടണം. നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? 3ാമത്തെ ടൈം 34 തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? 3ാമത്തെ ടൈം 34 തന്നിട്ടുണ്ട്. അതായത് 3ാമത്തെ ടൈം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 2 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ 3ാമത്തെ ടൈമിൽ നിന്ന് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറച്ചാൽ പോരെ? അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് 3ാം പദം 34. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 34 കുറയ്ക്കണം 2 പൊതുവ്യത്യാസം 2d നമുക്ക് കുറച്ചാൽ മതി. ഓക്കെ, എന്ത് ചെയ്താൽ മതി? 2d നമുക്ക് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഈസ് ഈക്വൽ ടു 34 മൈനസ് 2 ഇൻറ്റു ഡി. 2d എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു ഡി ആണ്. 2 ഇൻറ്റു ഡി എത്രയാ? 11. 11 തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ 34 കുറയ്ക്കണം 22. എത്രയാണ്? 34ന് 22 കുറച്ചാൽ 34. അറിയുന്നവർ പെട്ടെന്ന് എഴുതിപ്പിക്കണം കേട്ടോ. 22. 4ന് 2 കുറച്ചാൽ 2, 3 2 കുറച്ചാൽ 1. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 12 എന്ന ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 12. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ മനസ്സിൽ കണക്ക് കൂട്ടാനല്ലാതെ ഇക്വേഷൻ ബേസിലും ചെയ്ത് നോക്കാം. അതും കൂടി സാറ് പറയാം, ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. അതായത് നമുക്ക് തേർഡ് ടൈം ആണ് തന്നിട്ടുള്ളത്. തേർഡ് ടൈമിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്ലസ് 3d എന്ന് വേണമെങ്കിൽ എഴുതാം. അതായത് നമ്മളിവിടെ പറഞ്ഞു, എഫ് പ്ലസ് എന്താ എഴുതണ്ടേ? 2d എന്ന് എഴുതാം. എഫ് പ്ലസ് 2d
എഫ് പ്ലസ് 2d നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലോ. തേർഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? എഫ് പ്ലസ് 2d ആണ്. എഫ് പ്ലസ് 2d ഈസ് ഈക്വൽ ടു 34. അതായത് മൂന്നാം പദം എത്രയാണ്? 34 എന്ന് തന്നിട്ടുണ്ട്. ഇനി എഫ് ഈസ് ഈക്വൽ ടു 34 മൈനസ് 2d. ഓക്കെ, അതായത് പ്ലസ്സിന് സമത്തിന് ഇപ്പുറം കൊണ്ടുവരുമ്പോൾ എന്താവും? മൈനസ് ആവും അല്ലേ? പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും, ഗുണിക്കണം എന്നുള്ളത് ഹരിക്കണം എന്നാവും, ഹരിക്കണം എന്നുള്ളത് എന്താവും? ഗുണിക്കണം. നിങ്ങൾക്ക് അറിയുന്ന സാധനം തന്നെയാണ് അല്ലേ? അപ്പോൾ പ്ലസ് 2d ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമുക്ക് എഫ് മതി, ആവശ്യമില്ലാത്തതിനൊക്കെ നമ്മൾ അങ്ങോട്ട് തട്ടിയേക്കാണ്. ഓക്കെ, ദെൻ എഫ് ഈസ് ഈക്വൽ ടു 34 മൈനസ് 2 ഇൻറ്റു ഡി. ഇത് തന്നെയാണ് ഈ സാധനം. ഇനി എത്രയാണ്? 11. നമുക്ക് ആൻസർ എന്ത് കിട്ടും? എഫ് ഈസ് ഈക്വൽ ടു 34 കുറയ്ക്കണം 22 സമം 12. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഈ സ്കൂളിൽ നിങ്ങളുടെ ടീച്ചർമാർ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതേ രീതിയിൽ അങ്ങോട്ട് പോയിക്കോളൂ കേട്ടോ. ഇത് ഏതെങ്കിലും രണ്ട് മെത്തേഡിൽ ഒന്നായിരിക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിപ്പിക്കും. ഓക്കെ 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 നമുക്കിപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഫസ്റ്റ് ടേം എത്രയാണ് എന്നുള്ളത് നമുക്ക് കിട്ടി അല്ലേ? ഫസ്റ്റ് ടേം നമുക്ക് എത്രയാണ് എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് എന്ത് എഴുതണം? സീക്വൻസ് എഴുതണം. നമുക്ക് എന്ത് എഴുതണം? സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി എഴുതണം. നമുക്കെന്നാൽ ശ്രേണി എഴുതി നോക്കിയാലോ? ഫസ്റ്റ് ആദ്യത്തെ 5 ടേമുകൾ എഴുതാനല്ലേ പറഞ്ഞ്? 5 ടേമുകൾ എഴുതിയേക്കാം. ഫസ്റ്റ് ടേം എത്രയാ? 12. കോമൺ ഡിഫറൻസ് എത്രയാ? 11. 12ഉം 11ഉം എത്രയാടാ? 12ഉം 10ഉം 22ഉം 1ഉം 23. ഇനി അടുത്ത ടേം 23ഉം 11ഉം 23ഉം 10ഉം കൂട്ടി നോക്ക് 33. അതിൻ്റെ കൂടെ 1 കൂട്ട് 34. അടുത്ത ടേം എത്രയാ? 34ഉം 10ഉം 44 1ഉം 45. ഇനി 45ഉം 10ഉം 55ഉം 1ഉം 56 എക്സെട്രാ. അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സീക്വൻസ് ആയില്ലേ? ആയി. ഓക്കെ, വെൽ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം നിങ്ങളൊന്ന് ഹോംവർക്കായിട്ട് ചെയ്യും. ഏത് ചോദ്യം? ഈ ചോദ്യം ഇപ്പം ചെയ്ത പോലെ തന്നെയുള്ള ചോദ്യമാണ്. മൂന്നാം പദം 43, ആറാം പദം 76. അടുത്ത 2 ചോദ്യം ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്ക്. നമുക്ക് ലാസ്റ്റത്തെ ചോദ്യം ഒന്ന് ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങൾ ഇത്ര നേരം കണ്ട പോലത്തെ ഒരു ചോദ്യം അല്ലാതെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും കൂടി ആണ്. ചോദ്യം ഒന്ന് നോക്കിക്കേ. 5ആം പദം 7, 7ആം പദം 5. ഇതിനകത്തൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. 5ആം പദം എന്തോ ഒരു വശപ്പിച്ചുണ്ട് ആ ചോദ്യം തന്നെ അല്ലേ? 5ആം പദം 7, 7ആം പദം 5 ആണോ? 5ആം പദം 7, 7 തിരിച്ചും മറിച്ചുമാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, വെൽ ഇവിടെ എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സാധനം ഒന്ന് എഴുതി വയ്ക്കാം. 5ആം പദം എത്രയാണ്? 7. 7ആം പദം എത്രയാണ്? 5. കാണാവൂടാ? 5ആം പദം 7ഉം 7ആം പദം എത്രയാണ്? 5ഉമാണ്. ഓക്കെ, അപ്പോൾ അല്ലേ ഞാൻ അടുത്ത മഷി എടുക്കാം, കാണുന്നില്ലല്ലോ. ഓക്കെ, എന്തായാലും പൊസിഷനും ടേമും തന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താണ്? D is equal to ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പക്ഷേ ഇവിടെ അത് ഉപയോഗിക്കേണ്ട. ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇങ്ങനെ തിരിച്ചു മറിച്ചുമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ 5ആമത്തെ 7ഉം 7ആമത്തെ 5ഉം എന്ന് തിരിച്ചു മറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ മക്കൾ എന്ത് ചെയ്യണ്ട? കഷ്ടപ്പെട്ട് ഇക്വേഷൻ ഒന്നും എഴുതണ്ട. അതിൻ്റെ കോമൺ ഡിഫറൻസ് സിമ്പിളായിട്ട് എഴുതിക്കോ. ഇറ്റ് ഈസ് ഓൾവേസ് -1. എപ്പോഴും എത്ര തന്നെയായിരിക്കും? -1 ആയിരിക്കും. വേറെ ഉദാഹരണം പറയാം. 10ആം പദം 15, 15ആം പദം 10. കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? പൊതുവ്യത്യാസം -1 ആയിരിക്കും. 7ആം പദം 17, എന്തെങ്കിലും ഔട്ട്. 17ആം പദം 7 എത്രയാ? കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? -1 ആയിരിക്കും. 2ആം പദം 100, 100ആം പദം 2, എന്തെങ്കിലും ഔട്ട്. കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? പൊതുവ്യത്യാസം എത്രയായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ തിരിച്ചും മറിച്ചും ചോദിച്ചാൽ ഓർത്ത് വരണം കേട്ടോ. തിരിച്ചും മറിച്ച് ചോദിച്ചാൽ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? -1 ആയിരിക്കും. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണ്ട? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മാത്രം അവിടെ മെനക്കെട്ടിട്ട് ആ ഇക്വേഷൻ ഒന്നും എഴുതി വെക്കേണ്ട. ഓക്കെ, ഇതിൻ്റെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് എന്നായിരിക്കും കേട്ടോ, പൊതുവ്യത്യാസം എന്നായിരിക്കും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാം. ഇനി നമുക്ക് സീക്വൻസ് എഴുതണം. ആദ്യത്തെ 5 ടേമുകളാണ് നമുക്ക് എഴുതേണ്ടത്. അതിന് ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്?
ഫിഫ്ത്ത് ടേം ഏതാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യുന്ന ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് അഞ്ചാമത്തെ ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 4 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയതാണ്. ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടിക്കഴിഞ്ഞാൽ ആ 4 പൊതുവ്യത്യാസത്തിനെ മാറ്റിയാൽ പോരെ, 4 കോമൺ ഡിഫറൻസിന് ഇങ്ങോട്ട് മാറ്റിയാൽ പോരെ, കുറച്ചാൽ പോരെ, മതിയല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് ടേം 7 തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു ഫിഫ്ത്ത് ടേമിൽ നിന്ന് 5 പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചാൽ മതി. 5 പ്രാവശ്യം. അയ്യോ സോറി എത്രയാണ് ഇന്ന്? എന്താണ് വാഗ് വിശപ്പശമാണല്ലോ. എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കണം? 4 പ്രാവശ്യം അല്ലേ? നിങ്ങളെ പരീക്ഷ നോക്കിയതാണ് ആണോ? അതെ അല്ലേ? കാരണം F+4D ആണ് എന്ത് ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത്. അപ്പോൾ 4 പ്രാവശ്യം അല്ലേ? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 4 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അഞ്ചാമത്തെ പദം കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 4 പ്രാവശ്യം ആ കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. സോ നമുക്ക് എന്ത് കിട്ടും? 7 മൈനസ് 4 ഇൻറ്റു ഡി എത്രയാണെന്ന് നമുക്കറിയാം. ദാറ്റ്സ് എ -1. ദെൻ 7 മൈനസ് 4 ഇൻറ്റു -1. 4 ഇൻറ്റു 1 എത്രയാ? 4. 4 ഇൻറ്റു -1 എത്രയാ? -4. ഓക്കെ. 7 മൈനസ് -4 2 മൈനസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് പ്ലസ് ആവുമെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 + 4 = 11. സോ വി ഗോട്ട് ദ ആൻസർ. F ഈസ് ഈക്വൽ ടു 11. ഫസ്റ്റ് ടൈം എത്രയാണ്? നമുക്ക് 11 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് എഴുതണം? സീക്വൻസ് എഴുതണം അല്ലേ? നമുക്ക് എന്ത് എഴുതണം? സീക്വൻസ് എഴുതണം. അപ്പോൾ ഇനി സീക്വൻസ് എഴുതിയാലോ? ശ്രേണി എഴുതണം. ശ്രേണി നമുക്ക് എഴുതാം. ശ്രേണിയുടെ 5 പദങ്ങൾ എഴുതാനല്ലേ പറഞ്ഞു? നമുക്ക് എഴുതിയേക്കാം. ഏതാണ്? 11. കോമൺ ഡിഫറൻസ് എത്രയാ? -1 ആണ്. -11ൻ്റെ കൂടെ -1 കൂട്ടിയാൽ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം മൈനസ് ആണെങ്കിൽ നിങ്ങൾ കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ഓക്കെ. കാരണം മൈനസ് സംഖ്യ കൂട്ടുക എന്ന് പറയുന്നത് കുറയ്ക്കുന്നതിന് തുല്യമാണ് കേട്ടോ. അപ്പോൾ കുറച്ചാൽ മതി. 11 1 കുറച്ചാൽ എത്രയാ? 10. 10 1 കുറച്ചാൽ എത്രയാ? 9. 9 1 കുറച്ചാൽ എത്രയാ? 8. 8 1 കുറച്ചാൽ എത്രയാ? 7. 5 ടേം ആയോ? എക്സെട്രാ. ആൻസർ കിട്ടി. 11 10 9 8 7. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇടയ്ക്ക് 2 ക്വസ്റ്റ്യൻസ് ഞാൻ മനഃപൂർവ്വം വിട്ടതാണ്. വേറൊന്നിനുമല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സുന്ദരമായിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. ഓക്കെ. വിളിച്ച് ചോദിക്കുക. ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത എപ്പിസോഡിൽ എന്ത് ചെയ്യും? ഈ കണക്ക് നിങ്ങൾക്ക് ചെയ്തു തരും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ. ചെയ്ത് നോക്കണം. ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരിക? സംശയങ്ങളൊക്കെ വരിക. അതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ തന്നത് കേട്ടോ. ഓക്കെ. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഓക്കെ. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞ് തീർക്കൊന്നുമല്ല കേട്ടോ. ഒരു ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഒരു സെക്ഷനിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് പരീക്ഷയുടെ സമയത്ത് ഒരു ഡൗട്ട് തോന്നുന്ന സമയത്ത് ഇതേ സാധനം വീണ്ടും എടുത്തു നോക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. 1 11 21 എന്ന സമാന്തര ശ്രേണിയിലെ 25ാം പദം എന്താണ്? വാട്ട് ഈസ് ദ 25th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 1 11 21? സിമ്പിൾ. നമ്മുടെ കയ്യിൽ നമ്മുടെ അടുത്ത് എന്തുണ്ടെങ്കിൽ സമാന്തര ശ്രേണി ഉണ്ടെങ്കിൽ നമ്മൾ ഏതാ പറഞ്ഞേക്കുന്നത്? 1 11 21 എക്സെട്രാ അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും 2 കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ എഴുതി വെക്കാം. റൈറ്റ് സൈഡിൽ 2 പേരെ നമുക്ക് എഴുതി വെക്കാം. അവനെ നമുക്ക് അത്രയ്ക്ക് ആവശ്യമാണെന്നേ. ആരൊക്കെയാണ് ആ 2 പേര്? ഒന്ന് ഫസ്റ്റ് ടൈം. ഞാൻ പറയാറുണ്ടല്ലോ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞത് F ഈസ് ഈക്വൽ ടു D ഈസ് ഈക്വൽ ടു ആദ്യ പദവും പൊതുവ്യത്യാസവും. ആദ്യ പദം എത്രയാ? പറ. 1. ഓക്കെ. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? തൊട്ട് മുന്നത്തെ ടൈമിൽ നിന്ന് പുറകിലെ ടൈം കുറയ്ക്കുക. 11 മൈനസ് 1 10, ഇല്ലെങ്കിൽ 21 മൈനസ് 11 എത്ര കിട്ടും? 10. അപ്പോൾ കോമൺ ഡിഫറൻസ് നമ്മൾ എന്ത് എഴുതി വെച്ചു? 10 എന്ന് എഴുതി വെച്ചു. ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് ഒന്നും അല്ല ചോദിച്ചേക്കുന്നത് കേട്ടോ. സമാന്തര ശ്രേണിയിലെ 25ാം പദം എന്താണ്? നോക്ക്, നമ്മൾ നേരത്തെ പഠിച്ച സാധനം 5ാം പദം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ F+4D എന്ന് എഴുതി അല്ലേ? എനിക്ക് കുറച്ച് മുന്നേ തെറ്റി സാധനം. ഓക്കെ. 10ാം പദം എന്ന് പറഞ്ഞപ്പോൾ F+9D എന്ന് നമ്മൾ എഴുതി അല്ലേ? 11ാം പദം എന്ന് പറഞ്ഞാൽ F+10D 10D എന്ന് നമ്മൾ എഴുതി. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്? 25ാമത്തെ പദമാണ്. 25th ടേം, 25ാം പദം. 25th ടേം 25ാം പദം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? F+ പറഞ്ഞു
24D അല്ലേ? 25-ാം പദം എന്ന് പറയുന്ന ആദ്യ പദത്തിൻ്റെ കൂടെ എത്ര പ്രാവശ്യം വ്യത്യാസം കൂട്ടിയാൽ മതി? കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി? 24 പ്രാവശ്യം കൂട്ടിയാൽ മതി. 25-ാമത്തെ പദം കിട്ടില്ലേ? അങ്ങനെ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നേ, ചെയ്യാൻ പറ്റുന്നേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ സാധനമല്ലേ? അറിയില്ലേ? ഫസ്റ്റ് ടൈം എത്രയാണെന്ന് അറിയില്ലേ? അറിയോ? അറിയാം. കോമൺ ഡിഫറൻസ് D എത്രയാണെന്ന് അറിയാം. പിന്നെ ഇതിനെ നോക്കിയിരിക്കുന്നതിന് അങ്ങോട്ട് ചെയ്യുക അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആൻഡ് ഹംപിൾ. വിച്ച് ഈസ് ഈക്വൽ ടു F ഈസ് ഈക്വൽ ടു 1 പ്ലസ് 24D. 24D എന്ന് പറഞ്ഞാൽ എന്താ? 24D എന്ന് എഴുതി എന്താ? 24 ഇൻറ്റു D, 24 ഗുണിക്കണം D. D അറിയാം, 24 ഗുണിക്കണം D എത്രയാ? 10. നോക്കണേ, ഗുണിച്ചിട്ടേ കൂട്ടാൻ പാടുള്ളൂ, കൂട്ടിയിട്ടല്ല ഗുണിക്കേണ്ടത്. ഗുണിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? കൂട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഗുണിക്കണം എന്നുള്ളത് ഏതൊക്കെയാണ്? ഏതാ ഗുണിക്കണം എന്നിവിടെ ഉള്ളത്? ഇവിടെ ഗുണിക്കണം എന്നുള്ള സാധനം എന്താ? 24 ഇൻറ്റു 10 അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഗുണിക്കാം. 24 ഇൻറ്റു 10 എത്രയാ? 240. 10 കൊണ്ട് ഗുണിക്കാൻ എളുപ്പ. എന്ത് ചെയ്താൽ മതി? ഓരോ സൈഡിലൊരു 0 ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അറിയുന്ന സാധനം തന്നെ. ഓക്കെ, അപ്പം 241 241. സോ സിമ്പിൾ. നമുക്ക് കിട്ടിയില്ലേ? എത്രാമത്തെ? 25-ാമത്തെ പദം. വളരെ എളുപ്പം. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 46 and 11th ടേം ഈസ് 51. യെസ്, വെൽ, നമുക്ക് ആ ചോദ്യത്തിലേക്ക് തന്നെ പോകാം. ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 10th ടേം എത്രയാണ്? 46 ആണ്. ആൻഡ് 11th ടൈം എത്രയാണ്? 51 ആണ്. സാറേ പൊസിഷൻ ടൈം, പദവും സ്ഥാനവും D ഈസ് ഈക്വൽ ടു ടൈം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. നെവർ മൈൻഡ്, ചെയ്തോ? D കിട്ടും. പിന്നെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ എന്താ അതിൻ്റെ ആവശ്യമില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും വളരെ തൊട്ടടുത്ത സംഖ്യയാണ് 10ഉം 11ഉം. അടുത്തടുത്ത നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഞാനൊരു സീക്വൻസ് എഴുതുകയാണ്. സീക്വൻസ് എഴുതിയിട്ട് ഞാൻ എഴുതുകയാണ് 4ഉം 7 എന്ന് പറഞ്ഞു. അടുത്തുള്ള സംഖ്യയാണ്. അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? 7 കുറയ്ക്കണം 4 3 എന്ന് എഴുതി വെക്കുകയുള്ളൂ. അവിടെ ഇക്വേഷന് വേണ്ടി ഒന്നും നിങ്ങൾ പോവില്ല. കാരണം അടുത്തടുത്ത 2 നമ്പർ കിട്ടിയാൽ തൊട്ടു മുന്നത്തെ ടൈമിന് എന്ത് ചെയ്യാൽ മതി? പുറകിലെ ടൈം നമുക്ക് എന്ത് ചെയ്യാൽ മതി? കുറച്ചാൽ മതി അല്ലേ? ഇവിടെ അങ്ങനെ ചെയ്താൽ പോരടാ. 10ാം പദവും 11ാം പദവും അല്ലേ തന്നിരിക്കുന്നത്? അടുത്തടുത്ത 2 ടൈമുകളാണ് ഏത്? 46ഉം 51ഉം എക്സെട്ര ഇനി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തടുത്ത ടൈമുകളാണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ തൊട്ട് മുന്നിൽ നിന്ന് പുറകിലെ കുറച്ചാൽ മതി. എത്രയാണ് 51 നിന്ന് 46 കുറച്ചാ? എത്രയാ 51 46 കുറച്ചാ? 46ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 51 കിട്ടും നോക്കിയാൽ മതി. 46ൻ്റെ കൂടെ എത്ര കൂട്ടണം? 5 കൂട്ടണം അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് കിട്ടി. ദ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 5. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. എവിടെ നിന്നാണ് കിട്ടിയത്? 51 നമ്മൾ എന്ത് ചെയ്തു? 46 ജസ്റ്റ് ബാക്കോട്ട് കുറച്ച് നോക്കി. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ അല്ല തന്നിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ? ഇക്വേഷൻ ഉപയോഗിക്കണം കേട്ടോ. D ഈസ് ഈക്വൽ ടു ടൈം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? D ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. വാട്ട് ഈസ് ഈസ് ഫസ്റ്റ് ഡേ? ആദ്യ പദം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സബ് ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ ഉള്ളതുകൊണ്ട് സബ് ക്വസ്റ്റ്യൻ നമ്പർ കിട്ടേക്കാം. ഫസ്റ്റ് ഡേ ആദ്യ പദം കിട്ടാൻ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? 10ാമത്തെ പദം തന്നിട്ടുണ്ട്. 10ാമത്തെ പദം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കൂട്ടുന്ന? 9 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുന്നതാണ്. ആണോ 10ാം പദം? അത് എത്രയാണ്? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ആണ് കണ്ടു. 10ാം പദം 46 ആണ്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 9 പ്രാവശ്യമല്ലേ പൊതുവ്യത്യാസം കൂട്ടിയത് ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ. ആ 9 പൊതുവ്യത്യാസം കൊണ്ട് കുറച്ചാൽ പോരെ? അതായത് 46 മൈനസ് 9D. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു 46 മൈനസ് 9 ഇൻറ്റു D. D എത്രയാ? അതെ, ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. D ഈസ് ഈക്വൽ ടു 5. സോ നമുക്ക് കിട്ടും 46 കുറയ്ക്കണം 45 സമം 1. ഫസ്റ്റ് ടൈം 1 കിട്ടിയാ? കറച്ചാച്ചാ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ടൈം എന്ത് കിട്ടി? 1 എന്ന് കിട്ടിയോ? കിട്ടി. ദെൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലേ? കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ കുഴപ്പം? അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? അതായത് ഫസ്റ്റ് 5 ടൈംസ് ഓഫ് സോ സിമ്പിൾ, വെരി സിമ്പിൾ. ഇതൊക്കെ ഒരു ചോദ്യമാണോ സാറേ അല്ലേ? ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടി. കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. അപ്പോൾ 1 5 എത്രയാണ്? 6. 6 5 എത്രയാണ്? 11. 11 5 എത്രയാണ്? 16. 16 5 എത്രയാണ്? 21 എക്സെട്ര. ആദ്യത്തെ 5 ടൈമുകളല്ലേ? സിമ്പിളായിട്ട് എഴുതിയില്ലേ? 5 കൂട്ടി എഴുതിയാൽ പോരെ? ഫസ്റ്റ് ടൈം 5 കൂട്ടി
ആറിൻ്റെ കൂടെ അഞ്ച് കൂട്ടി 11, 11ൻ്റെ കൂടെ അഞ്ച് കൂട്ടി 16, 16ൻ്റെ കൂടെ അഞ്ച് കൂട്ടി 21. സിമ്പിൾ ആൻസർ കിട്ടിയോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ കൊണ്ടാക്കി നിർത്തിയാലോ? സംഭവം ക്ലിയർ അല്ലേ? ചെയ്ത് നോക്കണം കേട്ടോ. ക്ലാസ് കേട്ടിരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എപ്പോൾ തൊട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നോ അതിനനുസരിച്ച് മാത്സ് എളുപ്പമായിരിക്കും. നിങ്ങൾ ലിബിൻ സാറിനെ ലീഡ്സ് അക്കാദമിനെ വിശ്വസിച്ച് കൂടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഉറപ്പാണ് ഫൈനൽ എക്സാം നിങ്ങൾ പൊളിക്കും, തകർക്കും. നിങ്ങൾക്ക് അത്രയ്ക്ക് ഇമ്പ്രൂവ്മെൻറ്റ് മാത്സിൻ്റെ കേസിലുണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ എന്ത് സംശയം വന്നിട്ടില്ലെങ്കിലും ചോദിക്കണം കേട്ടോ. കമൻറ്റ് ചെയ്ത് ചോദിക്കാനോ ഇല്ലെങ്കിൽ വിളിച്ച് ചോദിക്കാനോ വാട്സപ്പ് ചെയ്യാനോ ഒന്നും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ടേക്ക് കെയർ, ബൈ.